അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? അസ്മാ കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു മുട്ടമാലി മുട്ട സുർക്കയൊക്കെ ഉണ്ടാക്കാൻ പോണേ. അപ്പം അതിന് വേണ്ടത് ഞങ്ങൾ 10 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്ക് ആദ്യം പൊട്ടിച്ച് വെള്ള വേറെ ഉള്ളി വേറെ ആക്കട്ടോ. അപ്പൊ നമുക്ക് മുട്ട ഒന്ന് പൊട്ടിച്ചെടുക്കട്ടോ. വെള്ളം ഇങ്ങനെ നമ്മൾ വേറെ ആക്കിക്ക, ഉള്ളി വേറെ ആക്കിയിരിക്കട്ടോ. ഇതെല്ലാം നമുക്കൊന്ന് 10 മുട്ട നമുക്കൊന്ന് ഇങ്ങനെ ഉള്ളി വെള്ളി വേറെ ആക്കിയിട്ട് എടുത്തിട്ട് വരാം കേട്ടോ. നമ്മളെ മുട്ടയും വെള്ളി വേറെ ആക്കിട്ടോ, ഉണ്ണി വേറെ ആക്കി വെള്ള വേറെ ആക്കിട്ടോ. അപ്പൊ നമുക്ക് ഉണ്ണി ഒന്ന് നല്ലോണം കലക്കി കൊടുക്കട്ടോ. ഇതിലൊന്നും ഇടണ്ട, പഞ്ചസാര ഒന്നും ഇടണ്ട. ഇത് നല്ലോണം കലക്കിയിട്ട് നമുക്ക് നല്ല ഒന്ന് കലക്കി എടുക്കട്ടോ. നമുക്ക് ഇതിൽ ഇങ്ങനെ ഒരു പാട പോകുന്നുണ്ടാവും കേട്ടോ. അപ്പൊ അതൊന്ന് നമുക്ക് അരിച്ചെടുക്കട്ടോ. നമ്മൾ അരിച്ച് വരുമ്പോൾ പോകുന്നത് അല്ലെങ്കിൽ ചെറിയ ഉണ്ണിന്റെ മുകളിൽ ചെറിയ പാടുണ്ട്. അത് നമുക്ക് ഇത് കുടുങ്ങിയാലേ നമുക്ക് മുട്ടമാല നന്നാവില്ല കേട്ടോ. അത് അതിനാണ് ഇതിങ്ങനെ അരിച്ചെടുക്കുന്നത്. നമുക്കിവിടെ വേറെ ആക്കി എടുത്തിട്ടാ. നല്ലോണം കലക്കി എടുക്കുന്നുണ്ട്. നമ്മള് സ്റ്റവ് കത്തിച്ച് നമുക്ക് ഈ പാത്രം ഒന്ന് വെക്കാം. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെച്ചു, 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഒരു ഗ്ലാസ് പഞ്ചസാര ഇടുന്നുണ്ട്. അതൊന്ന് ഇഞ്ചി വരണം കേട്ടോ. ഇതൊന്ന് നല്ലോണം ഒന്ന് പഞ്ചസാര ഇതിലൊന്ന് ഉരുകി വെക്കട്ടോ. ഇതൊന്ന് കുറുകിയിട്ട് നമുക്കൊരു നൂൽപരുവത്തിൽ കിട്ടണം കേട്ടോ. പഞ്ചസാര മതിയാകും നോക്കാം. ഒരു നുള്ളു ഉപ്പിട്ട് വെക്കട്ടോ. ഒരു നുള്ളു
പഞ്ചസാര ഒന്ന് ബാലൻസിന് വേണ്ടിയാണ്, ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് പഞ്ചസാര നല്ലോണം ഇറുകിയൊക്കെ നല്ലോണം ഇറുകിയിട്ട് നമുക്കൊരു നൂൽ പരുവത്തിലായി വരണം. ലേശം ഇങ്ങനെ നമ്മൾ തൊട്ടാൽ ഇങ്ങനെ ഒരു ഒത്തല് വേണം, ഇങ്ങനെ ആയി വരണം കേട്ടോ. അതൊന്ന് റെഡി ആകുമ്പോഴത്തേ നമുക്ക് ഈ ഒരു പാത്രത്തിലാട്ടെ ഞാൻ ഒഴിച്ചിട്ടുണ്ടാക്കാൻ പോണത്. നമുക്ക് ഇങ്ങനെ നൂലുമാരി കിട്ടണ്ടേ, അപ്പം ഞാൻ ഇതിലാണ് ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കാൻ പോകുന്നത്. ഈ ഒരു പാത്രത്തിന് കണക്കാണ് 10 മുട്ട. അപ്പൊ നമുക്ക് ഈ വെള്ളയിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടൊന്ന് കലക്കി വെക്കത്. മുട്ട സുർക്ക എന്ന് പറയുന്നതാണ് കേട്ടോ. നമുക്കിതൊന്ന് കലക്കി വെക്കാം കേട്ടോ. അതൊക്കെ ഒന്ന് റെഡി ആകുമ്പോഴത്തേന് ഇതൊന്ന് കലക്കി വെക്കാം. നമുക്ക് വിസ്ക് വെച്ചതൊന്ന് കലക്കി എടുക്കാം കേട്ടോ. പഞ്ചസാര ഒന്ന് വെള്ളയിലേക്ക് നല്ലോണം എരിച്ചെടുക്കാം. ചിലപ്പോൾ ഞാൻ അതിലുണ്ടാവും. അതൊക്കെ ഒന്ന് നല്ലോണം അതൊന്ന് നൂൽപ്പരവായി വരട്ടെ. അപ്പോൾ നമുക്ക് ഇതൊന്ന് നല്ലോണം കലക്കി വെക്കട്ടോ. നമുക്കൊരു ഏലക്കായൻ്റെ പിന്ത ഇതിൽ ഞാൻ ഇട്ടെടുക്കട്ടോ. ഒരു ചുവക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്നും കൂടെ നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം. നമുക്ക് ഈ പഞ്ചസാര സീറാക്കിയത് കേട്ടോ. നമുക്ക് ലേശം മുട്ടൻ്റെ വെള്ളം വെച്ചിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് മാറ്റി അതൊന്ന് ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ ആക്കി നമുക്കത് ഇട്ട് കളഞ്ഞിട്ട് വേണം നമുക്ക് മുട്ടമാല ഉണ്ടാക്കുന്നത്. അത് നമുക്കിങ്ങനെ കളഞ്ഞു നമുക്കിങ്ങനെ ഇട്ട് കളയണം. നമുക്ക് മുട്ടമാലൊന്നിങ്ങനെ ചുറ്റിപ്പിടിക്കണം. അങ്ങനെ ചുറ്റി ഒരു പരുവത്തിൽ തന്നെ ഇതൊന്നിങ്ങനെ അതാണ് മുട്ടമാല. അങ്ങനെ ചുറ്റിച്ചു പഞ്ചസാര നല്ല നൂല് പോലായാലാണ് നൂൽ പരുവായിട്ടാണ് ഇതാക്കുന്നത്. അപ്പോൾ നമ്മൾ മാല റെഡിയാക്കി പോകുമ്പോൾ കുറച്ച് റിസ്ക്കാണ്. ചിലവർക്ക് ഇതാക്കിയാലൊന്നും താഴെ കിട്ടില്ല. നല്ല ശ്രദ്ധിക്കണത് റെഡിയായി വരാൻ. പരുവത്തിൽ ആയി വരുന്നത് കൊണ്ടു വരുന്നത് എന്തെല്ലാം സിറയിലൊന്നിങ്ങനെ വെന്ത് വരും. എന്നിട്ട് വേണം നമുക്കത് വെച്ചെടുക്കാൻ കേട്ടോ. നമുക്കിത് അതിങ്ങനെ ഒരു പോണ കിട്ടിയിട്ടുണ്ട്. നമുക്കത് ഇങ്ങോട്ട് മാറ്റാട്ടോ. ഇങ്ങനെ കൊണ്ടു വെച്ച് ഇതിങ്ങനെ മാറ്റി. നമുക്ക് അടുത്തതൊന്നും കൂടെ ഒന്ന് ചുറ്റിട്ടോ. അങ്ങനെ ചുറ്റി വരുമ്പോൾ നമുക്ക് അതൊരു നൂൽ പരുവത്തിൽ മുട്ടമാല മാരി ആണ് മുട്ടമാല. നമുക്ക് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം.
നമുക്ക് കല്യാണം കഴിഞ്ഞ് തിയാത്തമാര് നമ്മളെ വീട്ടിൽ വരുന്ന ദിവസങ്ങളാണ് ഇതൊക്കെ ഉണ്ടാക്കുക. ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമാണ് മുട്ടമാല. മുട്ടശ്ശേരിക്ക പറഞ്ഞാൽ നമുക്ക് ഇതിലും കൂടെ ഒന്ന് ചുറ്റിച്ചെടുക്കട്ടോ. പഞ്ചസാര ഇങ്ങനെ എല്ലാ പതയിൽ നിന്ന് ഇങ്ങനെ ചുറ്റി അതിലാണ് ഉപയോഗിക്കുന്നത്. പഞ്ചസാരൻ്റെ സിറയിലാണ് ചമ്മളെടുക്കുന്നത്. അതുപോലെ നമുക്ക് എല്ലാം ഒന്ന് അതേപോലെ ആക്കിയെടുക്കട്ടോ. നമ്മളെ മുട്ടമാല വേദന നമുക്ക് ലേശം വെള്ളം ഇങ്ങനെ കുടങ്ങി വെച്ചിട്ട് എനിക്ക് മാറ്റി വെക്കണം. നെരി ആ മധുരത്തിലായിരിക്കും കുടങ്ങിയിട്ട് നമ്മൾ മുന്നോട്ട് വെക്കും. ഞാൻ സ്റ്റവ് ഒന്ന് കത്തിച്ച് മുട്ടശ്ശേരിക്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുള്ള വെള്ളം വെക്കട്ടെ. അത് ആവി വീഴ്ചിട്ടാലാണ് നമുക്ക് അതിനുള്ള വെള്ളം വെച്ച് ആ വെള്ളം തിളക്കട്ടെ. വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലുള്ള ഇതൊന്നും ഇങ്ങനെ വെച്ചെടുത്തിട്ട് ഈ പാത്രം ഈ പ്ലേറ്റ് ഇരിക്കും. നമുക്ക് കട്ടായിട്ടുണ്ട്. നമുക്കിതിന് എല്ലോടത്ത് ആക്കി കൊടുക്കണം. അതായത് പിടിക്കാതിരിക്കാനാണ് നമ്മൾ നെയ്യ് പരത്തിയാൽ എല്ലോടത്താവണം. കട്ടായിട്ട് എല്ലാവർക്കും പരത്തിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഈ വെള്ളം മുട്ടൻ്റെ വെള്ളമാണത് നമുക്ക് ഒഴിച്ചെടുക്കട്ടോ. നമുക്കിതൊന്ന് അടച്ചു വെക്കാവുന്ന ആവിയിൽ വെന്ത് വെക്കട്ടോ. വെളിച്ചെണ്ണ മാറ്റി ഒന്ന് തട്ടിയെടുക്കട്ടെ. നമ്മളെ മുട്ട സുർക്ക അവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തട്ടിയെടുത്തിട്ടോ. നല്ലോണം നന്നായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ.